അങ്ങനെ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു ഷോർട്ട്കട്ട് വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, UPI പേയ്മെന്റ് മോഡ് വന്നതിന് ശേഷം ഇപ്പോൾ നമ്മൾ കാശ് കയ്യിൽ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ ചെയ്യാറില്ല. എല്ലാം ബാങ്കിൽ നിന്ന് നേരിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലും വാങ്ങുകയും കൃത്യമായിട്ടൊരു കണക്ക് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ ബാങ്കിലെ ബാലൻസ് തീരുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ പൈസ എവിടെയൊക്കെ ചെലവാക്കി എന്ന് കണക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോർട്ട്കട്ട്. അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്ത് ആ ഒരു ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിനുപകരിക്കുന്ന ഒരു ഷോർട്ട്കട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊരു സിമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു ഷോർട്ട്കട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഉദാഹരണമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കടയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു, അതിനുശേഷം അതിന്റെ പൈസ കൊടുത്തു. അതിന്റെ കണക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ഈ ഒരു ഷോർട്ട്കട്ടിൽ വന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം എത്ര രൂപയാണ് പേയ്മെന്റ് ചെയ്തത് എന്ന് കൊടുക്കുക. ഉദാഹരണം ഞാനിവിടെ 50 എന്ന് കൊടുക്കുകയാണ്. ഡൺ കൊടുത്തു. അതിനുശേഷം ഏത് ഇനത്തിലാണ് ഈ ഒരു പേയ്മെന്റ് ചെയ്തത് എന്ന് കൊടുക്കുക. ഇപ്പോൾ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പൈസ ചെലവാക്കിയതെങ്കിൽ ഹൗസ് ഹോൾഡ് എന്ന് കൊടുക്കും. അതിനുശേഷം നിങ്ങൾക്ക് അതിന്റെ ഒരു ചെറിയ റിമാർക്സ് എഴുതാൻ കഴിയും. ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ പാലാണ് വാങ്ങിച്ചതെങ്കിൽ മിൽക്ക് എന്ന് എൻ്റർ ചെയ്യും. അതിനുശേഷം ഡൺ കൊടുത്തു. ഇത് വളരെ സിമ്പിൾ ആൻഡ് പ്രാക്ടിക്കൽ ആണ് എന്ന് പറയാൻ കാരണം നിങ്ങൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ എൻ്റർ ചെയ്യുന്ന ഡേറ്റ ഒരു എക്സൽ ഡോക്യുമെന്റ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ഫോണിൽ സ്റ്റോർ ആകുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ പിന്നീട് എടുത്ത് നോക്കാൻ കഴിയുന്നതാണ്. ഇത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റ ഒരു എക്സലിലേക്ക് പോയി സേവ് ആകുന്നത് കൊണ്ട് തന്നെ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ, അതായത് നിങ്ങളുടെ കടയിലേക്ക് വരുന്ന ആൾക്കാരുടെ പേരും മൊബൈൽ നമ്പറും ഒക്കെ എൻ്റർ ചെയ്ത് പെട്ടെന്ന് എക്സലിൽ വരുന്ന ഒരു രീതിയിൽ വേണമെങ്കിലും ഈ ഒരു ഷോർട്ട്കട്ടിനെ മാറ്റാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഷോർട്ട്കട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനു മുമ്പേ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ഷോർട്ട്കട്ട് ഒരിക്കലും ഷെയർ ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ ഈ ഒരു ഷോർട്ട്കട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഷോർട്ട്കട്ട് ഉപയോഗിച്ച് എൻ്റർ ചെയ്യുന്ന ഡേറ്റയെല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഗൂഗിൾ ഷീറ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ഓരോരുത്തർക്കും വ്യക്തിപരമായ ഒരു ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് അവരവർ തന്നെ ഷോർട്ട്കട്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയുള്ളൂ. അതുകൊണ്ട് വളരെ സിമ്പിളായുള്ള ഈ ഒരു ഷോർട്ട്കട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് ആദ്യം മുതലേ ശ്രദ്ധിക്കാൻ മറക്കണ്ട. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഏതെങ്കിലും ഒരു ഇമെയിൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം സഫാരി ആപ്ലിക്കേഷനിൽ വന്ന് ഗൂഗിൾ ഫോംസ് എന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു വെബ്സൈറ്റ് കാണാൻ കഴിയുന്നതാണ്. ഗൂഗിൾ ഫോംസ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഗോ ടു ഫോംസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഗൂഗിൾ ഷീറ്റിൽ എൻ്റർ ചെയ്യാൻ ഉപയോഗിച്ച അതേ ഇമെയിൽ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു ലേഔട്ട് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇവിടെയായിട്ട് ഈ ഒരു ഫോമിന് ഒരു പേര് കൊടുക്കുക. ഉദാഹരണമായി ഇവിടെ ഞാനിപ്പോൾ UPI എന്ന് പേര് കൊടുക്കുകയാണ്. ഈ ഒരു ഗൂഗിൾ ഫോമിന് ഒരു പേര് കൊടുത്തതിന് ശേഷം ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഒരു ചോദ്യം കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ കാണുന്ന പ്ലസ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഒരു ചോദ്യം എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ മാറ്റി ഷോർട്ട് ആൻസർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ ഒരു പേര് കൊടുക്കുകയാണ്, എൻ്റർ പേയ്മെന്റ് മെയ്ഡ്. അനാവശ്യമായി കിടക്കുന്ന ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചോദ്യം എൻ്റർ പേയ്മെന്റ് മെയ്ഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനാണ്. രണ്ടാമതായിട്ട് പ്ലസ് ബട്ടൺ കൊടുത്ത് മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കാറ്റഗറി ഓഫ് പേയ്മെന്റ് എന്ന് കൊടുക്കുക. ഇവിടെ ഓപ്ഷൻ 1 ആയിട്ട് നിങ്ങൾ ഏതൊക്കെ ഇനത്തിലാണ് പേയ്മെന്റ് ചെയ്യാറുള്ളത് അത് കൊടുക്കുക. ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ഹൗസ് ഹോൾഡ് എന്ന് കൊടുക്കുകയാണ്. രണ്ടാമത്തെ ഓപ്ഷനിൽ ഞാൻ ഫുഡ് എന്ന് കൊടുക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ പേര് കൊടുക്കുമ്പോൾ ഒറ്റ വേർഡിൽ തന്നെയുള്ള ഓപ്ഷൻസ് കൊടുക്കുക. മൂന്നാമതായിട്ട് ഞാൻ മെഡിസിൻ എന്ന് കൊടുക്കുകയാണ്. നാലാമതായിട്ട് മറ്റൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് പെട്രോൾ എന്ന് കൊടുക്കുകയാണ്. അഞ്ചാമതായിട്ട് അതേഴ്സ് എന്ന് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ 5 ഓപ്ഷൻസ് കൊടുത്തു. അവസാനമായിട്ട് എന്തിനാണ് പേയ്മെന്റ് ചെയ്തത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ചോദ്യം കൂടി എൻ്റർ ചെയ്യുകയാണ്. ഞാനിവിടെ റിമാർക്സ് എന്ന് കൊടുക്കുകയാണ്. ഇവിടെ പാരാഗ്രാഫ് എന്ന് പറയുന്ന ഓപ്ഷൻ മാറ്റി വീണ്ടും ഷോർട്ട് ആൻസർ കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഗൂഗിൾ ഫോം റെഡി ആയി കഴിഞ്ഞു. ഇനി റെസ്പോൺസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്ന് അവൈറ്റിംഗ് റെസ്പോൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇവിടെ കാണുന്ന ചെറിയൊരു ഷീറ്റിന്റെ മാർക്ക് ഉണ്ടല്ലോ, അവിടെ നിന്ന് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഓപ്ഷൻ വരുന്നതാണ്, ക്രിയേറ്റ് എ ന്യൂ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ സ്പ്രെഡ്ഷീറ്റ് ലിങ്ക്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും, ഓപ്പൺ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ലോഗിൻ ചെയ്ത ആ ഒരു ആപ്ലിക്കേഷനകത്ത് ഇവിടെ പുതിയൊരു ഗൂഗിൾ ഷീറ്റ് വന്നതായി കാണാൻ കഴിയും. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് കൊടുക്കുകയാണ്. റീനെയിം കൊടുത്തു. അപ്പോൾ ഇതുവരെയുള്ള സ്റ്റെപ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതായത് 3 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഗൂഗിൾ ഫോമിനെ ഒരു ഗൂഗിൾ ഷീറ്റുമായിട്ട് ലിങ്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അതിനു വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഈ ഒരു 3 ഡോട്ട് ഓപ്ഷനിൽ വന്ന് ഗെറ്റ് പ്രീ ഫിൽഡ് ലിങ്ക് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ വരിക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കൊടുത്ത അതേ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നതായി കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു ആൻസർ എഴുതുക. ആ ഒരു ആൻസർ ഓർത്തു വെക്കണം എന്നുള്ളത് മറക്കരുത്. ഉദാഹരണമായിട്ട് ഇവിടെ ഞാനിവിടെ 50 എന്ന് കൊടുക്കുകയാണ്. കാറ്റഗറി ഓഫ് പേയ്മെന്റിൽ ഹൗസ് ഹോൾഡ് എന്ന് കൊടുക്കുകയാണ്. റിമാർക്സിന്റെ അവിടെ
മിൽക്ക് എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് കൊടുത്ത് ടീ എന്നും കൂടെ ഞാൻ കൊടുക്കുകയാണ്. ഇത്തരം ചെയ്തതിനു ശേഷം ഗെറ്റ് ലിങ്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോപ്പി ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യുക. ഇതിനുശേഷം നേരെ നിങ്ങൾ നോട്ട്സ് ആപ്ലിക്കേഷനിലേക്ക് പോകുക. ഇവിടെയായിട്ട് നിങ്ങൾ കോപ്പി ചെയ്ത ഈ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യുക. ഇനി ഞാൻ പറയുന്നത് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ വളരെ വ്യക്തമായിട്ട് കേൾക്കണം. ഈ ഒരു ലിങ്കിലാണ് നമ്മുടെ ഈ ഒരു ഷോർട്ട് കട്ട് പൂർണ്ണമായിട്ടും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ലിങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ഷോർട്ട് കട്ട് വർക്ക് ആകുകയില്ല. അതായത് ഇവിടെ വ്യൂ ഫോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വ്യൂ ഫോമിന്റെ മുൻപിൽ കാണുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഗൂഗിൾ ഷീറ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ആ ഒരു സ്പെഷ്യൽ ID. ഇവിടെ ഞാൻ നിങ്ങളെ അത് കാണിക്കാതെ ഹൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഗൂഗിൾ ഫോമിന്റെ ID മറ്റാർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്ത് ഡേറ്റ വേണമെങ്കിലും ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എക്സലിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് പ്രൈവസിയെ ബാധിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിവിടെ ഹൈഡ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നിങ്ങൾ ആദ്യം കൊടുത്ത ആൻസർ ഇവിടെ =50 എന്ന് പറഞ്ഞ് കാണാൻ കഴിയും. രണ്ടാമത് കൊടുത്ത ഓപ്ഷൻ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് ഇവിടെ ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഉത്തരമായിട്ട് കാണാൻ കഴിയും. മൂന്നാമത് ഞാൻ കൊടുത്ത ഓപ്ഷൻ സ്പേസിന് പകരമായിട്ട് മിൽക്ക് ടീ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾ ഈ ഒരു ലിങ്കിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഷോർട്ട് കട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കർസർ ഒന്ന് മൂവ് ചെയ്ത് ഈ ഒരു വ്യൂ ഫോം എന്ന് പറയുന്ന അവിടെ കൊണ്ടുവരിക. അതിനുശേഷം ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്യുക. ഫോം അവിടെ അങ്ങനെ തന്നെ നിർത്തുക. ഈ ഫോമിന് ശേഷം ഇവിടെ ക്യാപിറ്റൽ R ഉപയോഗിച്ച് ബാക്കിയെല്ലാം സ്മോൾ ലെറ്ററിൽ റെസ്പോൺസ് എന്ന് ടൈപ്പ് ചെയ്യുക. അവസാനമായിട്ട് ഈ ഒരു ലിങ്കിന്റെ എൻഡിൽ നിങ്ങളൊരു ആൻഡ് കൊടുത്ത് സബ്മിറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. സ്മോൾ ലെറ്ററിലാണ് സബ്മിറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ സബ്മിറ്റ് ടൈപ്പ് ചെയ്യുന്നത്. വീണ്ടും ഈക്വൽ കൊടുത്ത് ക്യാപിറ്റൽ S കൊടുത്ത് സ്മോൾ ലെറ്ററിൽ ബാക്കിയുള്ള ലെറ്റേഴ്സും കൊടുക്കുക. അപ്പോൾ ഈ ഒരു 2 മോഡിഫിക്കേഷൻ നിങ്ങൾ ഈ ഒരു ലിങ്കിൽ ചെയ്യണം. അതായത് വ്യൂ ഫോം എന്ന് പറഞ്ഞത് മാറ്റി ഫോം റെസ്പോൺസ് എന്നാക്കണം. അവസാനമായിട്ട് ആൻഡ് സബ്മിറ്റ് സബ്മിറ്റ് എന്ന് പറയുന്നത് കൊടുക്കണം. ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്ലസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ഓർത്തു വെക്കുക. അത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്തിനാണ് അങ്ങനെ ഒരു സ്പേസിന് പകരമായിട്ട് പ്ലസ് വന്നത് എന്ന്. അപ്പോൾ ഈ ഒരു ലിങ്ക് റെഡിയായി കഴിഞ്ഞു. ഇനി ഈ ഒരു ലിങ്ക് വർക്ക് ആകുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം സഫാരിയിൽ വന്ന് പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ യുവർ റെസ്പോൺസ് ഹാസ് ബീൻ റെക്കോർഡഡ് എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ലിങ്ക് സക്സസ്ഫുൾ ആണ് എന്നാണ് അർത്ഥം. ഇനി നമ്മൾ നേരെ ഷീറ്റ്സ് ആപ്ലിക്കേഷനിൽ വന്ന് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഷീറ്റ്സിൽ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കൊടുത്ത ഡേറ്റ ഇവിടെ ഫിൽ ആകുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ലിങ്ക് റെഡിയായി കഴിഞ്ഞു. ഇനി ഒരു ലിങ്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഞാനിവിടെ എഡിറ്റ് ചെയ്യുകയാണ്. ഉദാഹരണമായിട്ട് ഇവിടെ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ 50 നേരത്തെ കൊടുത്തത്. അതിന് പകരമായിട്ട് ഞാനിവിടെ 1000 എൻ്റർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാനിവിടെ അതേഴ്സ് എന്ന് കൊടുക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം മിൽക്ക് പ്ലസ് ടീ എന്നതിന് പകരമായിട്ട് ഞാനിവിടെ മിൽക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ മാറ്റി ഷുഗർ എന്ന് കൊടുക്കുകയാണ്. വീണ്ടും ടീ കഴിഞ്ഞ് ഞാനൊരു പ്ലസും കൂടെ കൊടുത്ത് സോൾട്ട് എന്നും കൂടെ കൊടുക്കുകയാണ്. ഇതിനുശേഷം ഈ ഒരു ലിങ്ക് ഞാനൊന്ന് കോപ്പി ചെയ്യുകയാണ്. വീണ്ടും സഫാരിയിൽ വന്ന് ഈ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. റൺ ചെയ്യുമ്പോൾ ആ ഒരു റെക്കോർഡ് നമ്മുടെ എക്സലിലേക്ക് പോകുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി ഇതെന്താണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കാം. കണ്ടോ, ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം 50ക്ക് പകരമായി ഞാൻ കൊടുത്ത 1000 എന്ന് പറയുന്ന എൻട്രി ഇവിടെ വന്നു. രണ്ടാമതായിട്ട് ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പകരമായി കൊടുത്ത അതേഴ്സ് എന്ന് പറഞ്ഞ എൻട്രി ഇവിടെ വന്നു. മൂന്നാമതായിട്ട് മിൽക്ക് ടീ എന്ന് പറഞ്ഞതിന് പകരം ഷുഗർ ടീ സോൾട്ട്, അതായത് പ്ലസ് ബട്ടൺ ഇവിടെ സ്പേസ് ആയിട്ടാണ് നമുക്ക് ഉത്തരം വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ലിങ്ക് വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഓരോ ചോദ്യത്തിനും ഉത്തരം ഈ ഒരു ലിങ്കിലെ ചില കാര്യങ്ങൾ മാറ്റിയാൽ തന്നെ നമുക്ക് നമ്മുടെ എക്സലിലേക്ക് വരുന്നതാണ്. ഈ 1000 പകരമായിട്ട് നിങ്ങൾ എന്ത് നമ്പർ കൊടുത്താലും അത് എക്സലിലേക്ക് വരും. അതേഴ്സിന് പകരമായിട്ട് ആ ഒരു ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് ഓപ്ഷനിലേക്ക് വരുന്നതാണ്. മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് എന്ത് കൊടുത്താലും അതും ആ ഒരു എക്സലിലേക്ക് വരുന്നതാണ്. ഒരു കാര്യം മാത്രം, സ്പേസിന് പകരമായിട്ട് പ്ലസ് ഇടണം എന്ന് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ലിങ്കിനെ നമ്മളൊന്ന് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് എക്സലിലേക്ക് ഡേറ്റ എൻ്റർ ചെയ്യാമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലിങ്കിന്റെ ബേസിലായിരിക്കും നമ്മൾ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം ഷോർട്ട് കട്ട് ആപ്ലിക്കേഷനിലേക്ക് പോകുക. പുതിയൊരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ആഡ് ആക്ഷൻ കൊടുത്ത് ആസ്ക് ഫോർ ഇൻപുട്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. എന്തിനാണ് ഇത് നമ്മൾ കൊടുക്കുന്നത്, എന്ത് പേയ്മെന്റ് ആണ് ചെയ്യുന്നത് എന്ന് ഒരു ഉത്തരം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യം ഇവിടെ ചോദിക്കുന്നത്. ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാറ്റി നമ്പർ എന്ന് കൊടുക്കാം. കാരണം നമ്മൾ പേയ്മെന്റ് എൻട്രി ഒരു നമ്പർ ആണല്ലോ. അതിനുശേഷം സെറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ സെറ്റ് വേരിയബിൾ എന്തിനാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു ഓപ്ഷനിൽ വരുന്ന ഉത്തരങ്ങൾക്ക് ഒരു പേരിടിയിൽ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് എൻട്രി കൊടുത്താലും ഒരു സ്റ്റാൻഡേർഡ് പേര് വരണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ UPI എന്ന് കൊടുക്കുകയാണ്. മൂന്നാമതായിട്ട് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഈ ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ നേരത്തെ ഗൂഗിൾ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നേരം കൊടുത്ത അതേ ഓപ്ഷൻസ് തന്നെ വേണം കൊടുക്കാൻ. അപ്പോൾ ആദ്യമായിട്ട് ഹൗസ് ഹോൾഡ്, രണ്ടാമതായിട്ട് ഫുഡ് എന്നാണ്, മൂന്നാമതായിട്ട് മെഡിസിൻ കൊടുക്കാം,
മെഡിസിൻ കഴിഞ്ഞ് പെട്രോളാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പെട്രോൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. ലാസ്റ്റായിട്ട് അതേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ലിസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഈ ഒരു ലിസ്റ്റിൽ നിന്ന് കാറ്റഗറി സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരണം. അതിന് വേണ്ടിയിട്ട് ചൂസ് ഫ്രം ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തത്, ആദ്യം നമ്മൾ പേയ്മെൻറ്റ് എത്രയാണ് ചെയ്തത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ആസ്ക് ഫോർ ഇൻപുട്ട് കൊടുത്തു. അതിനുശേഷം അതിനൊരു പേര് കൊടുത്തു. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ് കൊടുത്തു. ഈ ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓപ്ഷൻ കൊടുത്തു. ഇങ്ങനെ തിരഞ്ഞെടുത്ത് വരുന്ന ഉത്തരത്തിന് മറ്റൊരു പേരും കൂടെ കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ സെറ്റ് വേരിയബിൾ എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ കാറ്റഗറി എന്നൊരു പേരാണ് ഇതിന് കൊടുക്കുന്നത്. സോറി, ആ ഒരു ഫ്ലോ അങ്ങ് പോയി. ഇടയ്ക്ക് ക്യാമറ ഒന്ന് സ്റ്റോപ്പായി പോയി, ബാറ്ററി പോയിട്ട്. എന്തായാലും ഞാൻ ഇതുവരെ പറഞ്ഞതൊന്ന് റീക്യാപ്പ് ചെയ്യാം. ആദ്യം നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ചോദ്യം ഇവിടെ കൊടുത്തു, അതിനൊരു പേര് കൊടുത്തു. ആദ്യത്തെ ചോദ്യത്തിന് ഒരു പേര് കൊടുത്തു. രണ്ടാമത് ചോദിക്കുന്നതിന് ഒരു ലിസ്റ്റ് കൊടുത്തു. ആ ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തു. ഇതിൽ നിന്ന് കിട്ടുന്ന ഉത്തരത്തിന് ഒരു പേര് വീണ്ടും കൊടുത്തു. മൂന്നാമതായിട്ട് നമ്മൾ മറ്റൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ആസ്ക് ഫോർ ഇൻപുട്ട് കൊടുക്കുകയാണ്. ഇവിടെ പ്രോംപ്റ്റിൻ്റെ അവിടെ ഞാൻ റിമാർക്സ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യമായി ഇനി ഇതിനൊരു പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് വേരിയബിൾ എന്ന് കൊടുക്കുകയാണ്. വേരിയബിളിന് ഇവിടെ റിമാർക്സ് എന്ന് പറഞ്ഞ് പേര് കൊടുക്കുകയാണ്. അപ്പോൾ 3 ചോദ്യമാണുള്ളത്. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഇവിടെ നമുക്ക് കിട്ടും, അതിനൊരു പേര് കൊടുത്തു. രണ്ടാമതൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തു. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഉത്തരത്തിനൊരു പേര് നമ്മളിവിടെ കൊടുത്തു. മൂന്നാമതായിട്ട് വീണ്ടും ഒരു ചോദ്യം ചോദിക്കും. അതിന് കൊടുക്കുന്ന ഉത്തരത്തിന് നമ്മൾ വീണ്ടും ഇവിടെ ഒരു പേര് കൊടുത്തു. അങ്ങനെ 3 ചോദ്യങ്ങളുമായി. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് URL എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുകയാണ്. ഇവിടെയായിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ലിങ്ക് പേസ്റ്റ് ചെയ്യണം. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞിവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു 1000 ആണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു 1000നെ ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ സെലക്ട് വേരിയബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് ആദ്യത്തെ ചോദ്യത്തിന് എന്താണോ ഉത്തരം വരുന്നത് അതിവിടെ കൊടുക്കണം. അപ്പം നമ്മൾ അതിന് കൊടുത്തിരിക്കുന്ന വേരിയബിളിൻ്റെ പേര് UPI എന്നാണ്, അതിവിടെ തിരഞ്ഞെടുത്തു. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം അതേഴ്സ് എന്ന് പറയുന്നതാണ്. അത് ഡിലീറ്റ് ചെയ്തിട്ട് സെലക്ട് വേരിയബിൾ എന്ന് പറഞ്ഞു കൊടുത്ത് രണ്ടാമത്തെ വേരിയബിളിൻ്റെ പേര് തിരഞ്ഞെടുക്കണം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മളിവിടെ ഒരു ലിസ്റ്റ് കൊടുത്തു. ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ ഒരു ഓപ്ഷൻ കൊടുത്തു. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഉത്തരത്തിന് ഒരു പേര് കൊടുത്തു. ആ ഒരു പേരാണ് കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റഗറി എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. മൂന്നാമതായിട്ട് നമ്മൾ മറ്റൊരു ഓപ്ഷനും കൂടി കൊടുക്കണം. അതിനു മുമ്പേ എന്നോട് ഒരു കാര്യത്തിൽ ക്ഷമിക്കണം, നമ്മൾ ഒരു സ്റ്റെപ്പ് ഒന്ന് മിസ്സായിപ്പോയി. അത് മറ്റൊന്നുമല്ല, ഇവിടെ മൂന്നാമത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഉത്തരം കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ സ്പേസ് വരും. അപ്പോൾ ആ ഒരു സ്പേസിന് പകരമായിട്ട് ഇവിടെ പ്ലസ് കൊടുക്കണം. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഞാൻ നേരത്തെ മിസ് ചെയ്തതുകൊണ്ട് അത് നമുക്കിനി ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് റീപ്ലേസ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ആക്ഷൻ തിരഞ്ഞെടുക്കാം. ഈ ഓപ്ഷനെ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരാം. അതായത് ആസ്ക് ഫോർ ഇൻപുട്ടിൻ്റെ തൊട്ട് താഴെയെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്പേസ് ബട്ടണിൽ ടാപ്പ് ചെയ്യുക. റീപ്ലേസ് വിത്ത് വേർഡിൻ്റെ അവിടെ പ്ലസ് കൊടുക്കുക. അതായത് നിങ്ങൾ ഇവിടെ എന്തെങ്കിലും എൻ്റർ ചെയ്യുമ്പോൾ അതിലുള്ള സ്പേസസിനെ മാറ്റി പ്ലസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഓരോ സ്പേസിൻ്റെയും ഇടയിൽ ഇവിടെ പ്ലസ് എന്ന് പറയുന്നതാണ് ഈ ഒരു ലിങ്കിൽ വേണ്ടത്. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം സെറ്റ് വേരിയബിൾ റിമാർക്സ് ടു പ്രൊവൈഡഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് ക്ലിയർ വേരിയബിൾ കൊടുക്കാം. ഇൻപുട്ടിൻ്റെ അവിടെ സെലക്ട് വേരിയബിൾ കൊടുത്ത് അപ്ഡേറ്റഡ് ടെക്സ്റ്റ് കൊടുക്കാം. അതായത് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത ടെക്സ്റ്റിനാണ് ഇവിടെ നമ്മൾ പേരിടുന്നത്. അതുകൊണ്ടാണ് സെറ്റ് വേരിയബിൾ റിമാർക്സ് ടു ഈ ഒരു അപ്ഡേറ്റഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ഈ ഒരു ലിങ്ക് എഡിറ്റ് ചെയ്യാം. സോൾട്ട് എന്ന് പറയുന്നതാണ് നേരത്തെ നമ്മൾ കൊടുത്ത ഉത്തരം. അത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഈക്വൽ ടു വരെ വന്നിട്ട് സെലക്ട് വേരിയബിൾ കൊടുത്തു മൂന്നാമത്തെ റിമാർക്സ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലിങ്ക് റെഡി ആയി കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ഗെറ്റ് കോണ്ടൻറ്റ്സ് ഓഫ് URL എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഷോർട്ട് കട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിനൊരു പേര് കൊടുക്കാം. ഞാൻ റീനെയിം എന്ന് കൊടുത്തു ട്രാൻസാക്ഷൻ എൻട്രി എന്ന് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഐക്കണും തിരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ഷോർട്ട് കട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷോർട്ട് കട്ട് ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി ഞാനിവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ആദ്യത്തെ പേയ്മെൻറ്റ് എത്രയാണെന്ന് ചോദിക്കും. ഇപ്പോൾ ഞാനിവിടെ 250 എന്ന് കൊടുക്കുകയാണ്. അതായത് ഞാൻ എവിടെയെങ്കിലും പോയി ഒരു 250 രൂപയുടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇതിൽ ടാപ്പ് ചെയ്ത് 250 എന്ന് കൊടുക്കും. ഏത് ഇനത്തിലാണ് പേയ്മെൻറ്റ് ചെയ്തതെന്ന് ചോദിക്കും. ഇപ്പോൾ ഉദാഹരണം ഞാനിവിടെ പെട്രോൾ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് പേയ്മെൻറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ബൈക്കിലിടാൻ വേണ്ടിയിട്ടാണ് ഒരു റിമാർക്സ് കൊടുക്കുകയാണ്. ഡൺ കൊടുത്തു. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഷോർട്ട് കട്ട് റൺ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ ചോദിക്കും, എല്ലോ കൊടുക്കുക. ഈ ഒരു ഷോർട്ട് കട്ട് റണ്ണായി കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഗൂഗിൾ ഷീറ്റിൽ വന്ന് നോക്കിക്കഴിയുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു ഡേറ്റിൽ ആ ഒരു സമയത്ത് 250 രൂപ പെട്രോളിന് വേണ്ടിയിട്ട് ബൈക്കിൽ വേണ്ടിയിട്ട് ഒരു ചെലവ് ചെയ്തു എന്ന് പറഞ്ഞൊരു കണക്ക് വരും. ഇനി നിങ്ങൾക്ക് ഒരു കണക്കായിട്ട് ഇതിനെ ക്ഷൂക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ റോ ഒന്ന് ടാപ്പ് ചെയ്ത് ഇൻസേർട്ട് 1 റോ അബവ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ആയിട്ട് നിങ്ങളൊന്ന് ടാപ്പ് ചെയ്ത് ഈസ് ഈക്വൽ ടു സബ് ടോട്ടൽ കൊടുത്ത് സബ് ടോട്ടൽ എന്ന് കൊടുത്ത് 9, അതിനുശേഷം ഈ ഒരു സെല്ലൊന്ന് സെലക്ട് ചെയ്യും. ഇപ്പോൾ B3 അതായത് B
3 to B11 വരെയാണ് കിടക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് 11 എന്നുള്ളത് മാറ്റി 1000 വരെ കൊടുക്കാം. അതായത് 1000 റെക്കോർഡ്സ് വരെ ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തുമാത്രം ചെലവ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സം ഇവിടെ വരുന്നതാണ്. ഇനി നമുക്ക് വീണ്ടും മറ്റൊരു എൻട്രിയും കൂടെ കൊടുത്തു നോക്കാം. ഞാൻ വീണ്ടും ഈ ഒരു ഷോർട്ട് കട്ടിൽ ഒന്ന് ടാപ്പ് ചെയ്തു. ഇവിടെയായിട്ട് ഞാനിപ്പോൾ ഒരു 2500 രൂപ കൊടുക്കുകയാണ്. അതേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ കൊടുക്കുകയാണ്. ഞാൻ ഫ്രണ്ട്സിന് വേണ്ടി ചിലവാക്കി എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണ്. ഒരു സ്പേസും കൂടി ഇട്ടാണ് ഞാൻ ഈ പ്രാവശ്യം എൻട്രി കൊടുക്കുന്നത്. ഡൺ കൊടുത്തു. ഈ ഒരു ഷോർട്ട് കട്ട് റൺ ചെയ്ത് കഴിഞ്ഞു. ഇനി ഗൂഗിൾ ഷീറ്റിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഈ ഒരു എൻട്രി വന്നതായിട്ട് കാണാൻ കഴിയും. കൃത്യമായിട്ട് ഫ്രണ്ട്സ് പാർട്ടി എന്ന് പറഞ്ഞ എൻട്രി വന്നു. ഇവിടെ ടോട്ടൽ 3800 എന്ന് പറയുന്ന എൻട്രി വന്നു. ഞാൻ നേരത്തെ കാണിച്ച ഷോർട്ട് കട്ടിനകത്ത് ഇതേ കാര്യം തന്നെ ഷോർട്ട് കട്ട് റണ്ണ് ചെയ്യുന്ന സമയത്ത് റിട്ടേൺ ആയിട്ട് അതിൻ്റെ ഒരു സമ്മറി കാണിക്കുന്നതായിട്ടും കൂടെ കാണിച്ചിരുന്നു. അത് പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടാണ്. അതായത് API കീ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടതുകൊണ്ട് ഒരു പക്ഷേ എല്ലാവർക്കും അത് മനസ്സിലാകണമെന്നില്ല. അത് ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയാൽ ഒരുപാട് പേർക്ക് ബോർ ആകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ടായിട്ടും കൺസിഡർ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. അത് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എന്തായാലും പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് കട്ട് വിഡ്ജറ്റ് ആയിട്ടൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. വിഡ്ജറ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വിഡ്ജറ്റ് ഓപ്ഷനിൽ വന്ന് ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്ന് ആഡ് വിഡ്ജറ്റ് കൊടുത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഡ്ജറ്റിൻ്റെ മുകളിൽ വളരെ എളുപ്പം ആഡ് ചെയ്യാൻ കഴിയും. ഇനി ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ട്രാൻസാക്ഷൻ എൻട്രി എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയാണ് പേയ്മെൻറ്റ് ചെയ്തതെന്ന് ചോദിക്കും. ഏത് കാറ്റഗറിയിലാണ് പേയ്മെൻറ്റ് ചെയ്തത് എന്ന് ചോദിക്കും. അതിനുശേഷം നമ്മൾ ഒരു എന്താണ് റിമാർക്സ് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതാം. അതിനുശേഷം ഡൺ കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങളുടെ പേയ്മെൻറ്റ് എല്ലാം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എവിടെയാണ് പൈസ പോയത് എന്നുള്ളൊരു കണക്ക് മാസത്തിൻ്റെ ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു ഗൂഗിൾ ഷീറ്റിൽ വന്ന് ഈ ഒരു ഗൂഗിൾ ഷീറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഹിസ്റ്ററി ലഭിക്കുന്നതാണ്. കൃത്യമായിട്ട് ടൈം വരെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ലഭിക്കുന്നതാണ്. ടോട്ടൽ എത്ര രൂപ ചെലവായി എന്നുള്ളതും നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഒരു കാര്യം മറക്കണ്ട, വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്ന് ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ അഭിപ്രായങ്ങളും ലൈക്കുകളുമാണ് ഈ ഒരു ചാനലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.